നോക്കാനായിട്ട് പോകുന്നത് ചാപ്റ്റർ 18 ആധുനിക ഇന്ത്യയുടെ സാമൂഹിക മാറ്റങ്ങൾ. ഓക്കെ. മുമ്പ് ഞാനൊരു കാര്യം പറയാം. നമ്മളൊരു ടെലിഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതില് NIOS, SSLC, +1, +2 എന്താ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളുടെ ക്ലാസ്സും നോട്ടും ഒക്കെ എന്താണ് ആ ടെലിഗ്രാം ചാനലുണ്ട്. നമ്മുടെ ബയോയിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ ലിങ്ക് കിട്ടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അതിൽ പോയി അത് ജോയിൻ ചെയ്യാൻ നോക്കുക. ഓക്കെ. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും. എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചാറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് എന്താ റിസോഴ്സസ് ഒക്കെ നിങ്ങൾക്ക് തരാനായിട്ടും എക്സാമിന്റെ ഡീറ്റെയിൽസും NIOSുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. 18ാമത്തെ ചാപ്റ്ററിൽ എന്താണ് പഠിക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ബ്രഹ്മസമാജം, എന്താണ് ആര്യസമാജം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ പറ്റിയിട്ടാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ആദ്യം നമുക്ക് നോക്കാം എന്താണ് പ്രാർത്ഥനാ സമാജം. നമ്മൾ പറഞ്ഞു 18ാം നൂറ്റാണ്ടൊക്കെ ആയ സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ കൂടുതലായിട്ടും എന്തുണ്ടായി, ആളുകൾക്കിടയിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സംഭവം കൂടുതലായിട്ടും വന്നു തുടങ്ങി. അങ്ങനെ കുറെ എന്താ സാമൂഹിക പരിഷ്കർത്താക്കൾ നമ്മുടെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ എന്താണ് നമ്മുടെ പ്രധാനമായിട്ടും വന്ന സാമൂഹിക പരിഷ്കർത്താക്കൾ കൂടുതലായിട്ടുള്ള സാമൂഹിക പ്രസ്ഥാനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. വന്ന ഫസ്റ്റ് സാമൂഹിക പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം എന്ന് പറയുന്നത്. അപ്പം ബ്രഹ്മസമാജം ആരാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ ആത്മരാവ് പാണ്ഡ്യ എന്ന് പറയുന്ന മനുഷ്യനാണ്. അദ്ദേഹം 1867 മുംബൈയിലാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. ഈ സമാജം എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആ ഒരു സ്ഥലത്തുള്ള ആളുകൾക്കിടയിലെ ജാതിയെ നിർമ്മാർജ്ജനം ചെയ്യുക, വിധവകൾക്ക് വീണ്ടും വിവാഹം കഴിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക, ശൈശവ വിവാഹം നിരോധിക്കുക, അതേപോലെ തന്നെ സ്ത്രീകളുടെ വിദ്യാഭ്യാസം മുൻനിരയിലേക്ക് ആക്കുക. ആളുകളും എന്ത് ചെയ്യും, ഒരൊറ്റ ദൈവത്തെ മാത്രം വിശ്വസിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് ബ്രഹ്മസമാജത്തിന്റെ കോൺസെപ്റ്റിൽ വരുന്നത്. പിന്നെ രണ്ടാമതായിട്ട് വരുന്ന വേറൊരു സമാജമാണ് ആര്യ സമാജം. ഈ ആര്യ സമാജം സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമാജത്തിന്റെ പ്രത്യേകത നമ്മുടെ ഹിന്ദുക്കൾക്കിടയിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങള് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് ഈ ആര്യ സമാജം എന്ന് പറഞ്ഞ സമാജം സ്റ്റാർട്ട് ചെയ്തത്. ഈ സമാജത്തിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു, ജാതി എന്ന് പറയുന്ന ഇല്ലാത്ത കുറെ ഹിന്ദുക്കളെ നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് നോക്കാനായിട്ട് പോകുന്നത് എന്താണ് രാമകൃഷ്ണ മിഷൻ. സ്വാമി വിവേകാനന്ദ സരസ്വതിയാണ് എന്ത് ചെയ്തത്, നമ്മുടെ രാമകൃഷ്ണ മിഷൻ സ്റ്റാർട്ട് ചെയ്തത്. എന്ന് വെച്ചാല് ഈ ഒരു മിഷന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മതങ്ങളില്ലാതെ എല്ലാ ആളുകളും എന്താണ് ഐക്യതയോടു കൂടി ജീവിക്കുക, എല്ലാ ആളുകൾക്കും വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ രാമകൃഷ്ണ മിഷനിൽ അകത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ഹണ്ടർ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യയിലെ വിദ്യാഭ്യാസം കൊണ്ടുവന്നിട്ട് ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നതിനും ഇന്ത്യയിലുള്ള ആളുകൾക്കിടയിലുള്ള വിദ്യാഭ്യാസം എന്താണ് മുൻപോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്ഥാപിച്ച ഒരു കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുന്നത്. 1882 ഹണ്ടർ എന്ന് പറയുന്ന ആളാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. നോക്കാം മുസ്ലിങ്ങൾക്കിടയിലും നമ്മുടെ ഹിന്ദുക്കൾക്കിടയിലും മാത്രമല്ല പരിഷ്കരണം ഉണ്ടായത്, മുസ്ലിംസിന്റെ ഇടയിലും എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു കാലഘട്ടത്തിൽ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു മനുഷ്യനാണ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്നത്. ഇദ്ദേഹം പറയുന്നത് മുസ്ലിംസിന്റെ ഇടയിൽ വിദ്യാഭ്യാസം കൊണ്ടുപോയി മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ അടഞ്ഞ ചിന്താഗതികൾ മാറത്തുള്ളൂ. ഇദ്ദേഹം സ്ത്രീകൾക്കിടയിലുള്ള പർദ്ദ സിസ്റ്റത്തിനെയും ബഹുഭാര്യ സിസ്റ്റത്തിനെയൊക്കെ എന്ത് ചെയ്തു, എതിർത്ത ഒരു മനുഷ്യനാണ്. ആദ്യമായിട്ട് ഒരു സ്കൂൾ സ്ഥാപിച്ചു മുസ്ലിങ്ങൾക്ക് വേണ്ടി, മുഹമ്മദ് ആംഗ്ലോ ഓറിയന്റൽ കോളേജ്. ഈ കോളേജ് പിന്നീട് മുഹമ്മദ് അലിഗഡ് പ്രസ്ഥാനമായിട്ട് മാറി. ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കുക. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഇത്രയും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. അത് നമുക്ക് ചാപ്റ്റർ 19ലേക്ക് പോവാം. ചാപ്റ്റർ 19 എന്താണ് പഠിക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 1857 നമുക്കറിയാം ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം 1857 ഈ ഒരു ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എങ്ങനെ നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ബ്രിട്ടീഷുകാരും നമ്മുടെ ഇന്ത്യയിലുള്ള പ്രധാനമായിട്ടുള്ള 7 നാട്ടുരാജ്യത്തിലെ ജനങ്ങളും തമ്മിൽ നടന്ന ഒരു യുദ്ധമാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇതിന്റെ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ ഒത്തിരി അധികം കാരണങ്ങളിലാണ് ഉള്ളത്. ഒന്നാമതായി നമുക്ക് നോക്കാം, നമുക്കറിയാം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നിട്ട് നാട്ടുരാജ്യങ്ങളെ സ്വന്തമാക്കാനായിട്ട് രണ്ട് തരത്തിലുള്ള സിസ്റ്റങ്ങൾ അവർ ഉപയോഗിച്ചു. ഒന്ന് സൈനിക സഹായ വ്യവസ്ഥയും ദത്തവകാശ നിരോധന നിയമം. ഈ രണ്ട് കാര്യങ്ങൾ എന്താണ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, എങ്കിലും ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം.
സൈനിക സഹായ വ്യവസ്ഥ എന്താന്ന് ചോദിച്ചാല് നമുക്കറിയാം നമ്മുടെ നാട്ടുരാജ്യങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ആളുകളാണ്. അപ്പൊ എന്ത് ചെയ്തു? ഇങ്ങനെ കലഹിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന നാട്ടുരാജ്യങ്ങൾക്കിടയിൽ എന്ത് ചെയ്തു? യുദ്ധത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സൈനികരെ ബ്രിട്ടീഷുകാർ കൊടുക്കാന്ന് പറഞ്ഞു. നിങ്ങൾ അതിന് പകരമായിട്ട് സൈനികരുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കിക്കോണം. മാസം തോറും ഞങ്ങൾക്ക് എന്ത് ചെയ്യാം? ടാക്സും തരണമെന്ന് പറഞ്ഞു. അപ്പം നാട്ടുരാജ്യക്കന്മാർ അത് സമ്മതിച്ചു. പക്ഷേ ഈ സൈന്യത്തെ പരിപാലിക്കുന്നത് വലിയ ടാസ്ക് ആയി പിന്നെ അവർക്ക് മനസ്സിലായി. അങ്ങനെ എന്ത് ചെയ്തു? അങ്ങനെ ഇന്ത്യ ലാസ്റ്റ് തങ്ങളുടെ രാജ്യം ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് ആര് കൊടുത്തു? നമ്മുടെ ഇന്ത്യ ഇന്ത്യയിലുള്ള നാട്ടുരാജാക്കന്മാര് കൊടുത്തു. രണ്ടാമതായിട്ട് എന്ന് പറയുമ്പോൾ അനന്തരാവകാശികൾ ഇല്ലാത്ത സാമ്രാജ്യം ബ്രിട്ടീഷുകാർക്കുള്ളതാണ് എന്ന് ബ്രിട്ടീഷുകാർ പുതിയൊരു നിയമം കൊണ്ടുവന്നു. ഇപ്പൊ എന്ത് ചെയ്തു? ദത്ത് കുട്ടികളെ സാധാരണ ഇങ്ങനെ അനന്തരാവകാശികൾ ഇല്ലാത്ത പക്ഷം എന്ത് ചെയ്യും? കുട്ടികളെ അഡോപ്റ്റ് ചെയ്തിട്ട് വളർത്തും. അവരായിരിക്കും പിന്നീടുള്ള പിൻഗാമി എന്ന് പറയുന്നത്. പക്ഷേ ബ്രിട്ടീഷുകാർ ഈ നയം കൊണ്ടുവന്നപ്പോൾ എന്ത് ചെയ്തു? ഈ ഒരു പിൻഗാമികൾ ഇല്ലാത്ത രാജ്യം പിന്നീട് എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരുടെ കയ്യിലായിട്ട് വന്നു. ഇതിനെതിരെ നമ്മുടെ ഝാൻസി റാണി റാണി ലക്ഷ്മിബായി ഒക്കെ നല്ല രീതിയിൽ പ്രതിഷേധിച്ചു. പക്ഷെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാനായിട്ട് സാധിച്ചില്ല. ഇതൊക്കെ കാരണം എന്ത് ചെയ്തു? നമ്മുടെ നാട്ടുരാജ്യങ്ങൾക്ക് ബ്രിട്ടീഷുകാരോട് നല്ല കടുത്ത അമർഷം എന്ത് ചെയ്തു തോന്നി. അങ്ങനെ എന്ത് ചെയ്തു? ഇവര് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞു. രണ്ടാമതായിട്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നികുതി വ്യവസ്ഥ നമുക്കറിയാം. റേത്ത്വാരി, മഹൽവാരി, അതേപോലെ തന്നെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ തുടങ്ങിയിട്ടുള്ള നികുതി വ്യവസ്ഥകൾ മൂലം എന്ത് ചെയ്തു? ജനങ്ങൾ വളരെയധികം പരിഭ്രാന്തരായി. കാരണം ബംഗാളിലെ കലാപം തന്നെ അതുമായി ബന്ധപ്പെട്ടാണ്. ഇതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. പിന്നെ ഒരു കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ കർഷകർക്ക് എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരോട് കടുത്ത അമർഷം തോന്നി. കാരണം പണ്ട് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് കൂടുതലായിട്ടും എന്താ ഭക്ഷ്യവിളകൾ മാത്രം കൃഷി ചെയ്യുന്നതായിരുന്നു. ബ്രിട്ടീഷുകാർ വന്നിട്ട് പറഞ്ഞു എന്താ അവർക്ക് ലാഭം ഭക്ഷ്യവിളയേക്കാൾ കൂടുതൽ നാണ്യവിളകളിൽ നിന്ന് കിട്ടുന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? കർഷകരെ കൊണ്ട് നിർബന്ധിതമായിട്ടും എന്താണ് നാണ്യവിളകളായിട്ടുള്ള കരിമ്പ്, കരിമ്പ്, കറുപ്പ് അങ്ങനെയുള്ള വിളകൾ കൃഷി ചെയ്യിക്കാൻ വേണ്ടി നിർബന്ധിച്ചു. ഇങ്ങനെ നിർബന്ധിച്ചപ്പോ എന്ത് ചെയ്തു? നമ്മുടെ ആളുകൾ കൃഷി ചെയ്യാൻ തുടങ്ങി. അവർക്ക് എന്താണ് ഭക്ഷ്യക്ഷാമം ഉണ്ടായി. ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ബംഗാളിൽ ഒരു 1770 വന്ന പ്രധാനപ്പെട്ട ഒരു ഭക്ഷ്യക്ഷാമം എന്ന് പറയുന്നത് ഇതുമൂലമായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു? നാണ്യവിളകൾക്ക് പകരം കാർഷിക വിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ കൃഷി ചെയ്യുന്നത് വഴി അവർക്ക് ഭക്ഷ്യക്ഷാമം ഉണ്ടായി. ഭക്ഷണം കിട്ടാൻ പറ്റാത്ത ഒരു അവസ്ഥയായി. രണ്ടാമതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ഭൂമിയുടെ ഫലഭൂഷ്ടി നഷ്ടപ്പെട്ടു. വലിയ രീതിയിൽ ലാഭം കിട്ടാത്ത അവസ്ഥയായി. അങ്ങനെ എന്താണ് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായി. ഇതെല്ലാം കാരണം കർഷകർക്ക് ആരോട് ദേഷ്യം തോന്നി? നമ്മുടെ ബ്രിട്ടീഷുകാരോട് ദേഷ്യം തോന്നി. പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരോട് ദേഷ്യം തോന്നാനായിട്ടുള്ള കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഇന്ത്യയിലുള്ള കുറെ ആളുകൾ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരുടെ കീഴിൽ ജോലി ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ എത്രയൊക്കെ ജോലി ചെയ്തിട്ടും അവരുടെ ആളുകളോട് കാണിക്കുന്ന ആ ഒരു വേതന കയറ്റം ആയാലും ശരി പരിഗണന നമ്മുടെ ഇന്ത്യക്കാരോട് കാണിച്ചില്ല. മാത്രമല്ല എന്ത് ചെയ്തു? ഈ ഇന്ത്യക്കാരുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ എന്താ നാട് കടത്ത് പോണം എന്ന് പറയുന്നു. ഇന്ത്യക്കാരുടെ മിത്ത് പ്രകാരം എന്താ നാട് കടന്ന് പോവാന്നുള്ളത് എന്താ മരിക്കുന്നതിന് തുല്യമാണ്. പിന്നെ അടുത്ത് എൻഫീൽഡ് തോക്കുകൾ പോലെ തോക്കുകൾ അവരെന്ത് ചെയ്തു? ഇറക്കാൻ തുടങ്ങി. എൻഫീൽഡ് തോക്കുകൾ എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് എന്താണ് ആ ഒരു ഒരു ഭാഗം കടിച്ചു കളഞ്ഞിട്ടാണ് വെടിവെക്കാനായിട്ടുള്ളത്. അപ്പം ഹിന്ദുക്കളടുത്ത് പറഞ്ഞു ആ ഒരു കടിച്ചു കളയുന്ന ഭാഗം എന്ന് പറയുന്നത് പന്നിയുടെ നെയ് പശുവിന്റെ നെയ് വെച്ചിട്ടാണെന്ന്. മുസ്ലിംസിന്റെ അടുത്ത് പറഞ്ഞു പന്നിയുടെ നെയ് വെച്ചിട്ടാണ്. ഇത് രണ്ടും രണ്ട് ആളുകൾക്കും എന്താണ് ഹറാമാണ്. ഇത് ചെയ്തു കഴിഞ്ഞില്ലെങ്കിൽ ഇവർക്ക് ജോലി കിട്ടത്തില്ല. ചെയ്തു കഴിഞ്ഞാൽ ഇവരെ സമുദായത്തിൽ നിന്ന് പുറത്താക്കും. അങ്ങനെ കടുത്ത മാറ്റുള്ള മാനസിക സംഘർഷങ്ങളിലൂടെയായിരുന്നു ഇന്ത്യൻ സൈനികർ മുമ്പോട്ട് പോയി. ഇതെല്ലാം എന്ത് ചെയ്തു? ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരോട് ദേഷ്യം തോന്നാനായിട്ടുള്ള കാരണമായി. പിന്നെ അടുത്ത് നമ്മുടെ പഴയ രാജാക്കന്മാർക്ക് എന്താണ് ഈ ചെറിയ രീതിയിൽ പെൻഷൻ പോലുള്ള കാര്യങ്ങൾ കിട്ടുമായിരുന്നു. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അത് ക്യാൻസൽ ചെയ്തു. മാത്രമല്ല സെമീൻദാസിന് തന്റെ ഭൂമി നഷ്ടപ്പെട്ടു. അങ്ങനെ അവരോട് ദേഷ്യം തോന്നാനായിട്ടുള്ള കാരണങ്ങൾ വളരെ കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ എന്താണ് ആർക്കും ഒരു പ്രശ്നവും ഇല്ലാതെ ജീവിച്ചിരുന്ന ആളുകളാണ് നമ്മുടെ ഗോത്രവർഗ്ഗക്കാർ എന്ന് പറയുന്നത്. ഈ ബ്രിട്ടീഷുകാർ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ കയറിയിട്ടും അവിടെ നികുതി സിസ്റ്റങ്ങൾ കൊണ്ടുവന്നു. അവരുടെ പാരമ്പര്യമായിട്ടുള്ള ആചാരങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ കാരണം എന്ത് ചെയ്തു? ഇവർക്കും ബ്രിട്ടീഷുകാരോട് കടുത്ത നീരസം തോന്നി. അങ്ങനെ എന്ത് ചെയ്തു? ഇവരെല്ലാരും കൂടെ ചേർന്ന് 1857 യുദ്ധം സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഈ ഒരു യുദ്ധത്തിലൂടെ ബ്രിട്ടീഷുകാർക്ക് ഒരു കാര്യം പിടികിട്ടി. കാരണം എന്ന് വെച്ചാൽ അധിക നാൾ ഇന്ത്യയിൽ നിൽക്കാനായിട്ട് പറ്റത്തില്ല. ഇതിന്റെ റിസൾട്ട് അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ പരിണിത ഫലങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 1857 യുദ്ധത്തോട് കൂടിയിട്ട് നമ്മുടെ ബ്രിട്ടീഷ് രാജ്ഞി എന്ത് ചെയ്തു? ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരെ നേരെ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരുടെ അടുത്തേക്ക് വിളിച്ചിട്ട് പിന്നെ എന്ത് ചെയ്തു? പിന്നെ വന്നത്
ബ്രിട്ടീഷ് രാജ്യം നേരിട്ട് ഭരിക്കാനായിട്ട് തുടങ്ങി. ബ്രിട്ടീഷുകാരുടെ നയം കുറെ മാറി. കുറച്ചും കൂടെ ലിബറൽ ആവാൻ തുടങ്ങി. ഹിന്ദു മുസ്ലിങ്ങൾ ഐക്യതയ്ക്ക് ചെറിയ രീതിയിൽ വിള്ളലുകൾ വരാനായിട്ട് തുടങ്ങി. മാത്രമല്ല കൂടുതലായും ദേശീയ പ്രസ്ഥാനങ്ങൾ കൂടെ ഉദയം കൊള്ളാൻ തുടങ്ങിയതും എന്തുവഴിയാണ്? 1857 നിർണായകമായിട്ടുള്ള ഈ ഒരു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലൂടെയാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ റാണി ലക്ഷ്മിബായി ആയിരുന്നു. അവര് തന്റെ തന്റെ കുഞ്ഞിനെയും കൊണ്ട് എന്താണ് ഈ എന്താ കുതിരപ്പുറത്തിരുന്നിട്ട് ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ആ ഒരു കാലഘട്ടത്തിൽ വലിയൊരു ആളുകൾക്ക് ഒരു വിപ്ലവം പറഞ്ഞു കൊടുക്കുന്ന ഒരു ഇതായിരുന്നു. പിന്നെ ബഹദൂർ ഷാ സഫർ രണ്ടാമൻ നമ്മുടെ മുഗൾ രാജാവ്, താന്തിയ തോപ്പ്, നാനാ സാഹിബ് തുടങ്ങിയിട്ടുള്ള കുറെ ആളുകളായിരുന്നു എന്ത് ചെയ്തത് അന്നത്തെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യകാലത്തെ പ്രതിരോധ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒന്ന് വരുന്നത് നമ്മുടെ സന്യാസി ലഹള, ഗോത്രവർഗ്ഗക്കാരുടെ സംഘർഷം. നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷുകാരെ ആർക്കും ലാസ്റ്റ് വന്ന കാലഘട്ടം ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു ഇതിലേക്ക് വരാറുണ്ട്. ഇവരെപ്പോഴും എന്ത് ചെയ്തു നമ്മുടെ ഇന്ത്യക്കാരെ എപ്പോഴും കാണിക്കുന്ന കാര്യങ്ങളെല്ലാം ഇന്ത്യക്കാർക്ക് വിരോധമായിട്ടായിരുന്നു. അപ്പം പ്രധാനമായിട്ടുള്ള ദേശീയ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് സന്യാസി ലഹള, അതേപോലെ തന്നെ ഫക്കീർ ലഹള. സന്യാസി ലഹള, ഫക്കീർ ലഹള സംഭവം ഒന്ന് തന്നെയാണ്. കാരണം ഈ സന്യാസികൾ എന്ന് പറയുമ്പോൾ എന്താണ് ആർക്കും ഒരു ഉപദ്രവവും ഇല്ലാതെ നടക്കുന്ന ആളുകളാണ്. ഫക്കീറന്മാർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അനാഥരായിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഇവര് മെയിൻ ആയിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുക, അവിടെ താമസിക്കുക ഒക്കെയാണ് ചെയ്തത്. ഈ ബ്രിട്ടീഷുകാർ വന്ന് പുതിയൊരു നിയമം കൊണ്ടുവന്നു. നിങ്ങൾ ഇനി ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ പുണ്യ സ്ഥലങ്ങളിൽ പോകുന്നത് കർശനമായി നിരോധിച്ചു. ഇത് കാരണം എന്ത് ചെയ്തു? സന്യാസിമാർക്കും ഫക്കീറന്മാർക്കും ആരോട് ദേഷ്യം തോന്നി? നമ്മുടെ ഈ ഒരു ബ്രിട്ടീഷുകാരോട് ദേഷ്യം തോന്നി. അവരെന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനായിട്ട് തുടങ്ങി. പിന്നെ വരുന്നത് ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിലുള്ള കലാപങ്ങൾ. അതാണ് സന്താൽ കലാപം, മുണ്ട കലാപം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ സന്താൽ കലാപം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബംഗാളിലുള്ള ഒരു ശക്തരായിട്ടുള്ള ഒരു ഗോത്രവർഗ്ഗമായിരുന്നു സന്താളുകാരെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? വളരെ സമാധാനത്തോടു കൂടി ജീവിക്കുകയായിരുന്നു. ആ സമയത്ത് ബ്രിട്ടീഷുകാർ അവിടെ പോയി എന്ത് ചെയ്തു? നമ്മുടെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്നു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പ്രകാരം ജന്മിമാരാണ് എന്ത് ചെയ്തത്? നികുതി കളക്ട് ചെയ്യാനുള്ളത്. അങ്ങനെ എന്ത് ചെയ്തു? ജന്മിമാർ ഇവരെ കൊണ്ട് കൂടുതലായിട്ട് പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തത് കാരണം എന്ത് ചെയ്തു? ആദിവാസികൾക്ക് ഈ ജന്മിമാരോടും ബ്രിട്ടീഷുകാരോടും ദേഷ്യം തോന്നി. അങ്ങനെ എന്ത് ചെയ്തു? അവരും ഇതിനെതിരെ പോരാടാൻ തുടങ്ങി. പക്ഷെ ഇതെന്ന് വെച്ചാൽ ഒരു 6 മാസം മാത്രമേ എന്താണ് നീണ്ടു നിന്നുള്ളൂ. കാരണം ബ്രിട്ടീഷുകാർ ഇതിനെ അടിച്ചമർത്താണ് ചെയ്തത്. കാരണം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ തോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവരുടെ കയ്യിൽ എന്താണ് കുറച്ച് അമ്പും വില്ലും വെച്ച് എത്രത്തോളം അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും. പക്ഷെ എങ്കിലും എന്താണ് അവർ അവരുടെ ആ ഒരു ശക്തി പ്രകടിപ്പിച്ചതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നോക്കാം എന്താണ് ചാപ്റ്റർ 20. ഈ ഒരു ചാപ്റ്ററിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ദേശീയതയുമായി ബന്ധപ്പെട്ട ഒരു കുഞ്ഞു ചാപ്റ്റർ. അപ്പം നമ്മുടെ ഇന്ത്യയില് എന്താ ഈ ഒരു ഇത്രയും പ്രസ്ഥാനങ്ങളൊക്കെ മൂലം എന്ത് ചെയ്തു? ഇന്ത്യയിൽ ദേശസ്നേഹം കൂടി. ഇന്ത്യക്ക് എങ്ങനെയെങ്കിലും സ്വാതന്ത്ര്യം കിട്ടണം. നമുക്ക് എന്താണ് വളരെയധികം സന്തോഷത്തോടു കൂടി ഒരു ജീവിക്കണം. അങ്ങനെ അവർക്കൊരു സ്വാതന്ത്ര്യത്തോടുള്ള താല്പര്യം വന്നു തുടങ്ങി. നമ്മുടെ ഇന്ത്യയിൽ തന്നെ പ്രധാനമായിട്ടും കുറെ ശാസ്ത്രജ്ഞന്മാർ വരാനായിട്ട് തുടങ്ങി. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണവുമായി ബന്ധപ്പെട്ട് അവർ പല പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. അതിൽ പ്രധാനമായിട്ടും അവർ ചെയ്ത ഒരു കാര്യമാണ് നമ്മുടെ ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കാൻ തുടങ്ങിയത്. അപ്പൊ ദാദാഭായ് നവറോജിയും ആർസി ദത്തും കൂടി ചേർത്ത് എന്ത് ചെയ്തു? നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കിയപ്പോൾ നമുക്ക് വളരെയധികം കുറവാണ്. നമ്മുടെ ഇന്ത്യയിൽ നിന്നും എന്താണ് നമ്മുടെ വെൽത്ത് എന്താണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അതായത് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അതിനെയാണ് നമ്മൾ ഡ്രെയിൻ സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഡ്രെയിൻ സിദ്ധാന്തം എന്ന് ചോദിച്ചാല് ഈ സിദ്ധാന്തം കൊണ്ടുവന്നത് നമ്മുടെ ദാദാഭായ് നവറോജിയാണ്. നമ്മുടെ ഇന്ത്യയിലെ വെൽത്ത് മുഴുവനും ആര് കൊണ്ടുപോവുകയാണ്? നമ്മുടെ ബ്രിട്ടീഷുകാർ കൊണ്ടുപോവുകയാണെന്ന് ആ ഒരു തിയറി വഴി മനസ്സിലായി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്.